എങ്ങനെ ഒരു നല്ല പ്രാസംഗികനാകാം, ഹൗ ടു ബിക്കം എ ഗുഡ് സ്പീക്കർ ഓർ ഹൗ ടു ഡെലിവർ എ ഗുഡ് സ്പീച്ച് ഇൻ ഫ്രണ്ട് ഓഫ് ഓഡിയൻസ്, ബിഗ് ഓഡിയൻസ്. ഫസ്റ്റ്, നോ ദ ഓഡിയൻസ് ആൻഡ് ദെയർ ഇൻട്രസ്റ്റ്. ഓഡിയൻസിനെ അറിഞ്ഞിരിക്കണം, അവരുടെ താല്പര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ദെൻ തിങ്ക് കെയർഫുള്ളി അബൌട്ട് ദ മെയിൻ പോയിന്റ് ഓർ പോയിന്റ്സ്. മെയിൻ പോയിന്റിനെ കുറിച്ചിട്ടും പോയിന്റ്സിനെ കുറിച്ചിട്ടും കെയർഫുള്ളായിട്ട് തിങ്ക് ചെയ്തിരിക്കണം. എന്ന പോലെ യു ഷുഡ് റൈറ്റ് 2 or 3 sentences about the point or points. 2-3 സെന്റൻസ് എഴുതിയിരിക്കണം. ബിക്കോസ് യു ഹാവ് ടു ബി പ്രിപ്പയർഡ്. നമുക്ക് പ്രിപ്പയർഡ് ആവേണ്ടതുണ്ട് നമ്മുടെ അവസരത്തിന് മുൻപായിട്ട്. എ ലിറ്റിൽ ടു ഷോർട്ട് ഈസ് ബെറ്റർ ദാൻ ഈവൻ എ ലിറ്റിൽ ടു ലോങ്. ഒരുപാട് എഴുതണമെന്നില്ല, 2-3 സെന്റൻസും മതി. വലിച്ചു വാരി എഴുതിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ്. Then rehearse yourself or in front of your friends or colleagues. തനിയെ റിഹേഴ്സൽ ചെയ്യാം, അതല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ മുമ്പിലോ കൊളീഗ്സിന്റെ മുമ്പിലോ റിഹേഴ്സൽ ചെയ്തിരിക്കണം. On the day of your presentation, if you feel nervous, you do not worry. It is normal. ആ അവസരത്തിൽ നെർവസ് ആവാണെങ്കിൽ വറി ചെയ്യണ്ട, നോർമലാണ്, ആർക്കും സംഭവിക്കാം. ജസ്റ്റ് ബ്രീത്ത് ചെയ്യാം, slowly and deeply. Breathe slowly and deeply for a few minutes beforehand. നിങ്ങളുടെ അവസരത്തിന് മുൻപായിട്ട്. And try to relax the muscles of your face, mouth and neck. It will make you feel relaxed. അങ്ങനെ റിലാക്സ് ചെയ്യുമ്പോൾ അത് നമ്മളെ നല്ല റിലാക്സ് ചെയ്യപ്പെട്ട പോലെ ഫീൽ ചെയ്യും, കാണപ്പെടും മറ്റുള്ളവരുടെ മുന്നിൽ. ഓക്കെ, ദെൻ ഇനിയാണ് പ്രധാന കാര്യം. ആൻഡ് റിമൈൻഡ് യുവർ സെൽഫ് ഹൗ വെൽ പ്രിപ്പയർഡ് യു ആർ. ഹൗ വെൽ പ്രിപ്പയർഡ് യു ആർ ആൻഡ് എൻജോയ് ഇറ്റ്. എന്നിട്ട് എൻജോയ് ചെയ്യണം, ആ കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടിയിട്ട്. ദെൻ കോൺസെൻട്രേറ്റ് നോട്ട് ഓൺ യുവർ സെൽഫ് ഓർ യുവർ നോട്ട്സ്. നിങ്ങളുടെ മേലും നിങ്ങളുടെ നോട്ടിന്മേലല്ല കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, ബട്ട് ഓൺ ദ ഓഡിയൻസ്. ഓഡിയൻസിന്റെ മേലായിരിക്കണം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. കോൺസെൻട്രേറ്റ് നോട്ട് ഓൺ യുവർ സെൽഫ് ഓർ യുവർ നോട്ട്സ് ബട്ട് ഓൺ ദ ഓഡിയൻസ്. കോൺസെൻട്രേറ്റ് നോട്ട് ഓൺ യുവർ സെൽഫ് ഓർ യുവർ നോട്ട്സ് ബട്ട് ഓൺ ദ ഓഡിയൻസ് ആൻഡ് മേക്കിംഗ് ഷുവർ ടു ദം വാട്ട് യു ഹാവ് ടു സേ. അപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നിങ്ങളിൽ മേലോ നിങ്ങളുടെ നോട്ട്സിൽ മേലല്ല, അതിൽ മാത്രമാവരുത്. കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഓഡിയൻസിന്റെ മേലാ. എന്നിട്ട് അവരെ മേക്കിംഗ് ഷുവർ ആക്കണം, അവരെ ഒന്ന് ഉറപ്പിച്ചവിടെ ഇരുത്തണം. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അത് കേട്ടിരിക്കാനുള്ള ആ ഒരു ക്വാളിറ്റി അവർക്കും ഉണ്ടാവണമല്ലോ, അതിനവരെ പിടിച്ചു നിർത്തണം. ഇറ്റ് ഈസ് കോൾഡ് കരീഷ്മ. അതാണ് കരീഷ്മ എന്ന് പറയുന്നത്, ആ ഒരു ക്വാളിറ്റി. ഓക്കെ, ഇത്രയും എങ്കിലും മെയിനായിട്ട് അറിഞ്ഞിരിക്കണം. ഇത്രയും എങ്കിലും മെയിനായിട്ട് അറിഞ്ഞിരിക്കണം ടു ബിക്കം എ ഗുഡ് സ്പീക്കർ. അവരെ പിടിച്ചിരുത്താനുള്ള ക്വാളിറ്റി. ഓക്കെ, be the best you can be.